ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം ഈ സാമ്പത്തികമായിരിക്കും. പണം. ഈ പണത്തെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ജപിക്കാൻ സാധിക്കുന്ന ഒരു ലളിത മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മഹാലക്ഷ്മിയുടെയും അതുപോലെ തന്നെ കുബേര ഭഗവാന്റെയും കൂടി ഒരു മന്ത്രമാണ്. ഈ രണ്ട് മൂർത്തികളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ മന്ത്രം ചെയ്യേണ്ടത് ചെറിയ ചില ചിട്ടകളോട് കൂടിയിട്ടാണ് ആ മന്ത്രം ജപിക്കേണ്ടത്. ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം ഓം നമഃ ശിവായ ജപിക്കണം. അതിനുശേഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗ്രഹേ ധനം പുരയ പുരയ നമ. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് വെളുത്ത വസ്ത്രമണിഞ്ഞ് നെയ്വിളക്ക് തെളിച്ചുകൊണ്ട് കുബേര മുദ്ര കൈകളിൽ പിടിച്ചിട്ട് നമ്മൾ ഈ കാണുന്നതാണ് കുബേര മുദ്ര. ഈ ഒരു മുദ്ര പിടിച്ചിട്ടാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. 108 തവണ വീതം പ്രഭാതത്തിലാണ് ജപിക്കേണ്ടത്. 21 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുക വഴി സാമ്പത്തികമായിട്ട് ഉയരുവാനുള്ള മാർഗങ്ങൾ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഭാഗ്യത്തിലൂടെ, ലോട്ടറിയിലൂടെ, ഭാഗ്യത്തിലൂടെ ധനമൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരാൻ ഉള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മന്ത്രമാണ്. പരമ്പരാഗതമായിട്ട് സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ ഈ പണം ഉണ്ടാകാനുള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ധനം എന്നത് എല്ലാവരുടെയും തൊഴിലിലൂടെ വരുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ അധ്വാനത്തിന് നമ്മൾ വില നൽകുന്നതാണ് പണം എന്ന രൂപത്തിൽ. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ വഴികൾ നമ്മൾ തുറന്ന് വെക്കേണ്ടതുണ്ട്. അതെല്ലാവർക്കും അവരുടെ സ്കില്ലിൻ്റെ രൂപത്തിലാണ് നമ്മളിലേക്ക് പണം വരുന്നത്. നമ്മുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മുടെ അറിവിനെ വർദ്ധിപ്പിച്ചാൽ സമ്പത്ത്, പണം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ ഇതിനോടൊപ്പം തിരിച്ചറിയാൻ വേണം. ഇത്തരത്തിലുള്ള മന്ത്രജപം കൊണ്ട് നമ്മളുടെ ഭാഗ്യവും നമ്മുടെ അറിവും നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമുക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കഴിവും അല്ലെങ്കിൽ നമ്മുടെ അറിവും അത് പ്രയോഗിക്കാനുള്ള കൃത്യമായിട്ടുള്ള ബുദ്ധിയും നമുക്ക് ഒരുമിച്ച് ചേരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ധനം കൃത്യമായിട്ട് ലഭിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വെറും ഒരു മന്ത്രജപം മാത്രമല്ല, അതിനോടൊത്ത് നമ്മുടെ പരിശ്രമത്തിനും പ്രാധാന്യം നൽകുക. വളരെ നല്ലൊരു മന്ത്രമാണ്. നമ്മുടെ അനുഭവത്തിലും സാമ്പത്തികമായിട്ട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.